ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് തകർച്ചയ്ക്കുള്ള കാരണങ്ങളും ഇനി ഒരിക്കലും ഇത്തരമൊരു തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെയും പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ പേഴ്സണലി ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ പൈസ ഇട്ടിട്ട് നിങ്ങളുടെ പൈസ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസയിൽ നിന്ന് യാതൊരുവിധ റിട്ടേണും കിട്ടാതിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനുള്ളതല്ല വീഡിയോ. നിങ്ങളൊരാളെയും പേഴ്സണലി എനിക്കറിയില്ല, നിങ്ങളെ ഒരാളെയും എനിക്ക് പേഴ്സണലി വേദനിപ്പിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ഒരു കോമൺ സെൻസ് ഉപയോഗിക്കണമായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇവരുടെ ചിരി മായികയാണ്. ഏറ്റവും അടുത്ത് ജോയിൻ ചെയ്ത ആളുടെയൊക്കെ ചിരി ഈ പൈസ കിട്ടാതായിട്ടുള്ള ഡിസംബർ 8 ശേഷം ഏതാണ്ട് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ മായൽ കുറച്ച് മുൻപ് ചേർന്ന ആള്, അതിനും വലിയൊരു ലീഡർ, ഇപ്പം ഏതാണ്ട് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ലീഡറുടെയൊക്കെ ചിരി ഏതാണ്ട് മാഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി വരുന്ന നാഷണൽ പ്രൊമോട്ടറോ സ്റ്റേറ്റ് പ്രൊമോട്ടറോ ഒക്കെയുള്ള ആളുകളുടെ ചിരി മാത്രമേ ഇനി മായാനുള്ളൂ. അതിനെ തുടർന്ന് ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെയും ചിരി മായും. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. 1,80,00,000 ഐഡികളിലുള്ള ആളുകളോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ നിങ്ങളത് വിലയ്ക്ക് വാങ്ങിയ ഒരു പ്രശ്നമാണ് എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒഴിവായി പോകാനോ അല്ലെങ്കിൽ ഇതിൽ ചേരാതിരിക്കാനോ ഒക്കെയുള്ള ധാരാളം കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മളുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് അത്തരം ഒരു ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രം ചേർന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഈ ഹൈറിച്ച് ആയിരിക്കില്ല ഈ കേരളത്തിലെ അവസാനത്തെ മണി ചെയിൻ എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും ഹൈറിച്ച് പോയി കഴിഞ്ഞാൽ അടുത്തൊരു മണി ചെയിൻ എന്തായാലും വരും. അതിൽ മിക്കവാറും ഈ ഹൈറിച്ചിൻ്റെ ലീഡർമാർ എന്ന് പറയുന്ന ബുദ്ധിമാന്മാരുണ്ടാവും. അപ്പോഴും നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇതിന് പിന്നാലെ ഓടി ഇവർക്ക് വീണ്ടും പൈസ കൊടുത്ത് വീണ്ടും നിങ്ങളെ കോടീശ്വരനാവാം, കാറ് വാങ്ങും, വീട് വെക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ ഒഴിവാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ആ വീഡിയോ കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സേഫായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഉപദേശമാണ് ആദ്യമേ തരാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഹൈറിച്ചിൻ്റെ ഉടമകളുടെയും ഹൈറിച്ചിൻ്റെ നാഷണൽ പ്രൊമോട്ടർമാരുടെയൊക്കെ ചിരി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് പോൺസി സ്കീമും, ഹൈറിച്ച് അടക്കമുള്ള ഏത് പോൺസി സ്കീമും ഒരു സമയം കഴിഞ്ഞാൽ തകരണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഈ പോൺസി സ്കീം ഉണ്ടാക്കിയ ആളുകൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ പ്രതാപനും ശ്രീനയ്ക്കും ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഏത് പോൺസി സ്കീമായാലും തകരും എന്നുള്ളത് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, കാര്യമായിട്ടുള്ള ഒരു ദേഹാധ്വാനം ഇല്ലാതെ പണം നേടാമെന്ന് ഉള്ള ഒരു വാദം കണ്ടുപിടിച്ചിട്ടുള്ള ഇതേപോലുള്ള നാഷണൽ പ്രൊമോട്ടർമാരും സ്റ്റേറ്റ് പ്രൊമോട്ടർമാരും ഇതേപോലുള്ള മാനേജ്മെൻറ്റിലുള്ള ആളുകളും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് അവർ അപ്ലൈ ചെയ്യും. ഇനിയും വീണ്ടും ഇതേ രീതിയിലുള്ളൊരു തട്ടിപ്പുമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഈ പ്രതാപൻ എന്ന് പറഞ്ഞ ആള് ഗ്രീൻകോ സെക്യൂരിറ്റീസിനോ അതേപോലുള്ളൊരു സ്ഥാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ ഒന്നും ട്രാക്ക് റെക്കോർഡ് അത്ര ചുവല്ല എന്നുള്ളത് ഞാൻ എൻ്റെ 3 മാസം മുമ്പുള്ള വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതെല്ലാം കണ്ട് ഇതിൽ നിന്ന് ഒഴിവായി പോയവർ ഇപ്പോൾ തന്നെ എന്നോട് താങ്ക് യു പറയാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. പക്ഷേ സാധാരണ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെക്കാൾ കുറച്ചുകൂടെ സമയം എടുത്തിട്ട് ഹൈറിച്ച് തകർന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സാധാരണ ഒരു മണി ചെയിൻ കമ്പനി കുറച്ചൊരു സമയം ആണ്, 1-1.5 വർഷമാണ് സാധാരണഗതിയിൽ പൂട്ടിപ്പോവുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു 7-7.5 വർഷമൊക്കെ ആയി എന്ന് പറയപ്പെടുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാനേജ്മെന്റ് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ മണി ചെയിൻ പോലെയും ഒരു ഒറ്റ രീതിയിലുള്ള എക്സിക്യൂഷൻ അല്ലാതെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതി ഏതാണ്ട് ഒരു തീരുമാനമാകുമ്പോൾ അടുത്തൊരു പദ്ധതിയിലേക്ക് സെയിം സെറ്റ് ഓഫ് ആളുകളുടെ തന്നെ പൈസ ചാനൽ ചെയ്യാനുള്ള മറ്റൊരു രീതി എന്നുള്ള രീതിയിൽ കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് സംവിധാനമായിട്ടുള്ള ഒരു 800 രൂപയോ 700 രൂപയോ കൊടുത്ത് ചേരുന്ന ഒരു സംവിധാനം ഈ 10,000 രൂപയുടെ
കൂപ്പൺ സംവിധാനം, അതിനുശേഷം HR-OTT, HR-കോയിൻ, ഇനി അവർ അനൗൺസ് ചെയ്തിട്ടുള്ള HR-മാട്രിമോണി, അങ്ങനെയുള്ള പല തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഒരേ സെറ്റ് ആൾക്കാരുടെ തന്നെ വീണ്ടും വീണ്ടുമുള്ള പണം, റിക്കറിംഗ് ആയിട്ടുള്ള പണം കൊണ്ടുവന്നു അവരെയൊക്കെ ഇട്ട പൈസയ്ക്ക് പെട്ടെന്നുള്ള ഒരു മൂല്യവർദ്ധനവ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ലാഭം കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ തകർച്ച വൈകി പോകാനുള്ള കാര്യം. ഇന്ന് ചേർന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ ഇന്നലെ ചേർന്ന ആളുടെ ലാഭമായിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള സ്കീമിനെയാണ് ഈ പോളിസി സ്കീം എന്ന് പറയാം. മണി സർക്കുലേഷൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു നേട്ടം തരാനായിട്ട് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം വളരെയധികം നാള് നിലനിൽക്കില്ല. അതായത് പണം മാത്രമായിട്ട് ഉള്ള ഒരു സർക്കുലേഷൻ സംവിധാനം നിലനിൽക്കില്ല എന്നുള്ളത് വളരെ കാലമായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു പൊടിപ്പും തൊങ്ങലും എന്നുള്ള രീതിയിലാണ് ഇവർ ഷോപ്പിംഗ് സംവിധാനവും OTTയും HR-കോയിനും ഒക്കെ കൊണ്ടുവന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ബോംബുകഥ തന്നെ. അതായത് എല്ലാത്തിലും താഴെയുള്ള എൻ്റെ അവിടെ നിന്ന് പൈസ മേടിച്ച് മേളിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണുള്ളത്. അല്ല എന്ന് പറയാനായിട്ട് ധാരാളം ആളുകൾ എൻ്റെ പഴയ വീഡിയോകൾക്ക് താഴെയൊക്കെ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെയാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 689 ഈ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്, അതുപോലെ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് സംവിധാനങ്ങളുണ്ട്. എന്നാലും ഇവർ പറയുന്ന 1,80,00,000 ഐഡികൾക്ക് ഒരു മാസം 1% വെച്ച് ലാഭം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 720 കോടി രൂപ ലാഭം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ഒരു മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികളുടെയൊക്കെ ഒരു വർഷത്തെ ലാഭമാണ് ഈ 720 കോടി രൂപ എന്ന് പറയുന്നത്. അത് ഇവർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം തട്ടിപ്പാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് കമ്പനികളോ കെമിക്കൽ കമ്പനികളോ ബാങ്കുകളോ ഒക്കെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ലാഭമാണ് ഇവർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിനുള്ള എന്ത് കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഇവരുടെ സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ 1-2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാറും വെസ്റ്റ് ബംഗാളും അടക്കമുള്ള 29 സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1 കോടി രൂപയൊക്കെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക? പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളൊന്നും ഇവരുടെ സ്വന്തമല്ല കേട്ടോ, അതാണ് എൻ്റെ അറിവ്. അതായത് സൂപ്പർ മാർക്കറ്റുകളെ ഇവര് എന്ത് ചെയ്യുന്നതാണ്, ഫ്രാഞ്ചൈസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രാഞ്ചൈസി ഹോൾഡർക്ക് ഒരു എക്സോർബിയൻ്റ് ആയിട്ടുള്ള ലാഭം കിട്ടണം, അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് ഒരു എക്സോർബിയൻ്റ് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അതും 1 കോടി എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ലാഭം കിട്ടണമെങ്കിൽ ഇവരുടെ വിറ്റുവരവ് എന്തായിരിക്കും? അപ്പോൾ ഇവരുടെ വിറ്റുവരവിന് ഇവർ കൃത്യമായിട്ടുള്ള ടാക്സോ GSTയോ ഒക്കെ അടയ്ക്കുന്നുണ്ടാവുമോ? ഇതൊക്കെയാണ് ആളുകൾക്ക് സംശയം വരുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ പുറത്താണ് GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നതും അവിടെ മുതലാണ് ഇവരുടെ തകർച്ച വന്നതും എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം. പക്ഷേ ഇതിനു മുൻപ് തന്നെ 3-4 പേര് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസ് കൊടുത്തത് സുൽത്താൻ ബത്തേരിയിലുള്ള അർജുൻ എന്ന് പറഞ്ഞ ആളാണ്. തുടർന്ന് രാജൻ സി നായർ, അതുപോലെ കാസർഗോഡുള്ള മുരളീധരൻ, അതുപോലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വത്സലൻ, ഈ 4 പേര് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കേസുകൾ കൊടുക്കുക വഴി ആ കേസ് ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുമായിട്ട് ക്ലബ് ചെയ്ത് വന്ന് അത് പൊങ്ങി വരികയും അത് ഇവരുടെ അക്കൗണ്ടുകളെ ഫ്രീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള GSTയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ കേസുകളും അല്ല കേട്ടോ. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത് ബഡ്സ് ആക്ട് പ്രകാരമാണ്, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ പണം സ്വീകരിക്കാനായിട്ട് അർഹതയുള്ള വളരെ ചുരുക്കം സ്ഥാപനങ്ങളും സ്ഥാപന രീതികളും മാത്രമേ ഉള്ളൂ. ബാങ്കുകളോ അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ. അല്ലാത്ത ആളുകൾ പണം സ്വീകരിക്കുകയോ വലിയ ലാഭം തരാമെന്ന് നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പണം നേടാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രയോഗിക്കാവുന്ന നിയമമാണ് ബഡ്സ് ആക്ട്. ആ ബഡ്സ് ആക്ടിന്റെ പുറത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബഡ്സ് ആക്ട് ഇവർ ബാധകമല്ലാത്രേ. ബഡ്സ് ആക്ട് ഇവർക്ക് ബാധകമല്ല, ഇവർ മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റം ആണ്, അതുകൊണ്ട് ഇവർക്ക് ബഡ്സ് ആക്ട് ബാധകമല്ല എന്നാണ് പറയുന്നത്. ബഡ്സ് ആക്ട് ബാധകമല്ലാതിരിക്കാനായിട്ട് ഇവര്
ഇവര് ക്ലെയിം ചെയ്യുന്നത് എന്താ, നിങ്ങൾ 10,000 രൂപ തരൂ, ഓരോ ആഴ്ച 200 രൂപ വെച്ച് ഒരു മാസം 400 രൂപ 500 രൂപയൊക്കെ നിങ്ങൾക്ക് തരാം എന്നാണ് പറയുന്നത്. അത് ഒരു എക്സ്പോണൻഷ്യൽ ഗെയിൻ, അതായത് ഏകദേശം 50% നേട്ടം ഒരു വർഷം കൊണ്ട് ഉണ്ടാവുക എന്നാണ് ചെയ്യുന്നത് അല്ലെ. ഈ 50% നേട്ടത്തിന് വേണ്ടിയിട്ട് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി അല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, ഒരു 8%, 10%, 15% വരെയൊക്കെയാണ് കിട്ടുക. അതിൽ കൂടുതൽ, അതിന്റെ 3 ഇരട്ടിയൊക്കെ ലാഭം തരാമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ സംശയം വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ആളുകൾ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, കേസിലൂടെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഏതൊരു പോൺസി സ്കീമിൽ സംഭവിച്ച പോലെയും ഇതിലും ഇവരുടെ കിങ് ഓഫ് ഹൈ റിച്ചും പ്രിൻസ് ഓഫ് ഹൈ റിച്ചും ഇവരുടെ സിഇഒയും MDയും ഒക്കെ വളരെയധികം പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കുകയും ഇത് പല രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പെട്ടുപോയത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് ഇതിൽ പെട്ടുപോയത്. നിങ്ങൾ ഹൈ റിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ, നിങ്ങൾ കൊടുത്തിട്ടുള്ള പൈസ തിരികെ കിട്ടിയിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഒരു വർഷമെങ്കിലും നിന്നിട്ടുണ്ടാവണം. അതും ചെറിയ രീതിയിൽ ആളുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ പൈസ തിരികെ കിട്ടിയിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും അഗ്രസീവായിട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് പൈസ തിരികെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊന്നും ചെയ്യാതെ പൈസ കൊടുത്തു, ഞാൻ ലാഭം മാത്രം നോക്കിക്കോളാം എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ മിനിമം 2 വർഷത്തോളം എടുത്താലാണ് ഈ കൊടുത്ത പൈസ തിരികെ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് വളരെയധികം ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1,80,00,000 എന്നുള്ളത് ഇവരുടെ ഐഡികളുടെ നമ്പറാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ 1,80,00,000 ഒന്നും ഇതിൽ ആളുകളായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇവര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ 1,80,00,000 ആളുകളുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന അനിൽ അക്കര എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു മുൻ MLA അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഞങ്ങൾ മാത്രം മതിയാവും എന്ന് പറയുന്നത്. ഈ 1,80,00,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ജനസംഖ്യയുടെ പകുതിയോളമായി കേട്ടോ. മനസ്സിലായില്ലേ? അതായത് ഈ കേരളത്തിൽ മൊത്തമുള്ള ആളുകളുടെ പകുതിയോളം 1,80,00,000 അത്രയൊന്നും ആൾക്കാരൊന്നും ഇതിലില്ല. ഇതെന്ന് പറഞ്ഞാൽ 1,80,00,000 ഐഡികൾ മാത്രമാണ്. ഏകദേശം 1,00,000 താഴെ, ഏകദേശം 50,000-നും 70,000-നും ഇടയ്ക്ക് ഒക്കെയാണ് ഇതിൽ ആൾക്കാരുള്ളത് എന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ് എന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ 10,000 രൂപ ഇട്ടാൽ ഒരു ID, 1,00,000 രൂപ ഇട്ടാൽ 10 ID, 10 ലക്ഷം രൂപ ഇട്ടാൽ 100 ID ഒക്കെയാണുള്ളത്. ഈ ഏതോ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് 3,60,00,000 രൂപയാണ് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന് എത്ര ഐഡികളുണ്ട്? 3,600ഓളം ഐഡികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. അപ്പോൾ അനിലക്കര എന്തായാലും ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒന്ന് ഫുൾ സ്വിങ്ങിലായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡിലേ ആയി പോയേനെ. എന്തായാലും ഒരു സമയത്ത് ഇവരെ പിടിക്കപ്പെടുകയോ ഇവരെ എക്സ്പോസ് ചെയ്യപ്പെടുകയോ എന്നുള്ളത് ശരിയാണ്. എങ്കിലും അനിലക്കര എന്ന് പറഞ്ഞിട്ടുള്ള മുൻ MLA ചെയ്തിട്ടുള്ള കാര്യം കൊണ്ടാണ് ഇവര് ഇത്രയും പെട്ടെന്ന് ഈ ജില്ലാ ഭരണകൂടം എന്നൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താന്ന് വെച്ചാൽ, ജില്ലാ ഭരണകൂടം ഓർഡർ ചെയ്ത പ്രകാരം ഇവരുടെ അസറ്റുകളുടെ ഒരു കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഫ്രീസിങ് സ്റ്റേജിലാണ്, അതായത് ടെമ്പററി ഫ്രീസിങ് സ്റ്റേജിലാണ്. അത് പക്ഷേ അടുത്തൊരു സ്റ്റേജിൽ അത് പെർമനന്റ് ആയിട്ട് ഫ്രീസ് ആവുകയും നിങ്ങളുടെ പണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉറപ്പാകുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സാധ്യതയുണ്ട്. കാരണം എന്താ, ഈ ടെമ്പററി ഫ്രീസ് ഒന്ന് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് പൈസ എത്തിക്കാം. ഈ വാലറ്റിലേക്ക് പൈസ വന്നല്ലോ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ കുറെ ഡയലോഗുകൾ കേട്ടോ. എൻ്റെ വീഡിയോക്ക് കമന്റ് ആയിട്ട് വന്നു, കഴിഞ്ഞ ഞായറാഴ്ചയും എനിക്ക് പൈസ കിട്ടി. എവിടെ കിട്ടി? ബാങ്കിലൊന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഹൈ റിച്ചിന്റെ വാലറ്റിൽ മാത്രമാണ്. നിങ്ങൾക്ക് ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ടിന്റെ ഫ്രീസ് മാറണം. അത് മാറാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ൽ 1 മാത്രമാണ്. 99% ഇത് മാറാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പൈസ പോയതായിട്ട് കൂട്ടിയാൽ മതി. ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിറാക്കിൾ എന്ന് വിചാരിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള മാർഗമൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ പലരും ചെയ്തിട്ടുള്ള പോലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ് മാർഗം.
കാരണം എന്താണെന്ന് വെച്ചാൽ ബഡ്സ് ആക്ടിലെ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയിട്ട് കിട്ടുന്ന പൈസ ഇതിൽ പരാതിക്കാർക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് ബഡ്സ് ആക്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നാളെ നിങ്ങളുടെ പൂളിംഗ് ഒക്കെ നിങ്ങളുടെ ഐഡിയിലേക്ക് വരും, പക്ഷേ അക്കൗണ്ടിലേക്ക് പൈസ വരില്ലല്ലോ. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരാഴ്ച കൂടെ കഴിയുമ്പോൾ ഏകദേശം ആളുകൾ ഹൈറിച്ചിനും ഇവരുടെ ലീഡർമാർക്കും എതിരെ തിരിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. അതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ നടക്കും. ഞാൻ 3 മാസം മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നെ ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുത്, ഞാനിങ്ങനെ ഒരു രോഗിയായിട്ടുള്ള ആളാണ്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതല്ല, നിങ്ങൾ ഓൾറെഡി ഇതിൽ ചേർന്ന് പോയി, നിങ്ങളുടെ പൈസ ലോക്കായി. ഇത് ഇനിയുള്ള ആളുകൾക്ക് ഇതിൽ ചേർന്നുകൊണ്ട് കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ചെയ്യുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഹൈറിച്ച് പൊളിയാനുള്ളത് തന്നെയാണ്.